എല്ലാ ഉത്തരവാദിത്വവും മുഖ്യമന്ത്രി ഏൽപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി അത് നല്ല കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. വീഴ്ചകൾ എന്നിട്ടും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ 14 കളക്ടർമാരുടെയും വീഴ്ചയാണെന്ന് മാത്രം ഞാൻ അവിടെ അസന്നിഗ്ധമായി നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്. 14 കളക്ടർമാര് അഹോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. തൃപ്രയാർ തേവർക്ക് അവിടെ ഗ്യാസ് അന്നദാനം കൊടുക്കാനില്ലെങ്കിൽ അവിടെ ഉള്ള ഉദ്യോഗസ്ഥരുണ്ട്, അവിടെ ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥരുണ്ട്, അവര് കളക്ടറെ അറിയിക്കണം. ഇവിടെ അറിയിച്ചപ്പോഴൊക്കെ ഈ ദേവസ്വങ്ങളെ എല്ലാം ചേർത്ത് പിടിച്ചില്ലേ? മാത്രമോ ഹൈബീഡന്റെ മണ്ഡലത്തിലുള്ള പള്ളിയിൽ അന്നദാനം മുടങ്ങുന്നു എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവിടെ ഗ്യാസ് എത്തി. ഇവിടെ പാലയൂർ പള്ളിയിൽ അന്നദാനമുണ്ട്, പാവറട്ടി പള്ളിയിൽ. നിങ്ങളൊന്ന് വിളിച്ചു ചോദിക്കൂ, രവീന്ദ്രൻ സാറിന് തന്നെ വിളിച്ചു ചോദിക്കാം. ഇന്ന് ഞാൻ പാലയൂർ പള്ളിയിൽ പോയപ്പോൾ ഞാൻ കുറ്റം പറഞ്ഞു അവരെ, നിങ്ങൾ മാത്രം ഗ്യാസ് ആവശ്യപ്പെട്ടില്ല എന്ന്. അവിടുത്തെ ബിഷപ്പ് പറഞ്ഞത്, ഞങ്ങൾക്ക് ആവശ്യമില്ല സർ, ഞങ്ങൾക്ക് ആവശ്യത്തിലധികം ഗ്യാസ് ഉണ്ട്, ഞങ്ങൾ രാജ്യത്തിനല്ല ലോകത്തിങ്ങനെ ഒരു പ്രശ്നം വന്നു എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ ചില പിടുത്തങ്ങളൊക്കെ തുടങ്ങി. ഞങ്ങൾ കൂടുതൽ വിറക് കരുതിയിട്ടുണ്ടായിരുന്നു. ചോറ് പോലെയുള്ള വലിയ കൂടുതൽ നേരം പാകം ചെയ്യേണ്ടതിന്, തീയൊരുക്കുന്നതിന് ഞങ്ങൾ വിറക് ഉപയോഗിച്ചു. പൂരം കലക്കിയതുപോലെ ഗ്യാസും കലക്കാനുള്ള ശ്രമമായിരുന്നു. അത് ഇന്നലെ അങ്ങനെ അറത്ത് മുറിച്ച് സ്റ്റിച്ച് ഇടാൻ പറ്റാത്ത പരുവത്തിലാക്കി കൊടുത്തിട്ടുണ്ട്. മര്യാദയ്ക്ക് 20% ഹോട്ടലുകാർക്ക് കൊടുത്തോണമെന്നുള്ള ഓർഡർ ഇന്നലെ പാസ്സാക്കിയിട്ടുണ്ട്. കളക്ടർ അത് നടപ്പിലാക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കണ്ടലുള്ള കളക്ടർമാരുണ്ടായാൽ മതി. ഇനി പൂരം കലക്കിയതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്റെ മൊഴിയുണ്ട്, ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ വരുമോ? അന്ന് ഞാൻ ചോദിക്കും. 2025 ആദ്യത്തെ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ ആദ്യ വരികൾ ഇതാണ്. കഴിഞ്ഞ തവണ ഉദ്യോഗസ്ഥരുടെ അപക്വമായ പെരുമാറ്റം കൊണ്ട് അലങ്കോലപ്പെട്ട പൂരം മുഖ്യമന്ത്രി പറഞ്ഞതാണ്. അതിനപ്പുറം കേരളത്തിന് ഒരു രാഷ്ട്രീയ മുതലാളിയുടെയും അഫിഡവിറ്റ് ആവശ്യമില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത്. ചില ഉദ്യോഗസ്ഥരുടെ അപക്വമായ പെരുമാറ്റം കൊണ്ട്